സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം വടക്കൻ പറവൂരിൽ മരുമകളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃപിതാവ് തൂങ്ങി മരിച്ചു. പറവൂർ വടക്കമ്പാളം ഷാനുവിനെയാണ് ഭർത്തൃപിതാവ് സെബാസ്റ്റ്യൻ കഴുത്തറുത്ത് കൊന്നത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണം. സംഭവ സമയത്ത് ഭർത്താവ് സിനോജ് വീട്ടിലുണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങളായി ഇവർ നോർത്ത് പറവൂരിലാണ് താമസിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏറെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വടക്കൻ പറവൂരിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇത് കുടുംബ വഴക്കാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? പറവൂർ വടക്കം പറവൂരിൽ രാവിലെ 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ഷാനുവും ഒപ്പം ഷാനുവിന്റെ ഭർത്താവ് സിനോജിന്റെ അച്ഛൻ സെബാസ്റ്റ്യൻ, ഇവർ 3 പേരുമായിരുന്നു ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. സിനോജ് പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സിനോജിന്റെ അച്ഛൻ സെബാസ്റ്റ്യനാണ് മരുമകളായ ഷാനുവിന്റെ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആ സമയത്ത് തന്നെ ഷാനു വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് നാട്ടുകാരാണ്, ഈ അടുത്തുള്ള അയൽവാസിയാണ് ഇത് കാണുകയും ഉടൻ തന്നെ ഷാനുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഷാനു മരിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഈ സംഭവം നടന്ന ശേഷം തന്നെ സെബാസ്റ്റ്യൻ തൂങ്ങി മരിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പറവൂരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇവർ തമ്മിൽ കുടുംബ വഴക്കാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഷാനുവിന്റെ ഭർത്താവ് സിനോജ് സ്ഥലത്തില്ലായിരുന്നു. സിനോജ് പിന്നീടാണ് ഈ വിവരം അറിഞ്ഞാണ് വീട്ടിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പറവൂരിലാണ് മരുമകളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃപിതാവ് തൂങ്ങി മരിച്ചത്. നവമി, ഈ ഭർത്താവ് ഈ സമയത്ത് വീട്ടിലില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഭർത്തൃപിതാവും ഈ യുവതിയും തമ്മിലുള്ള പ്രശ്നമാണോ അതോ മകനുമായിട്ടുള്ള പ്രശ്നമാണോ? എന്തായിരിക്കാം കൊലപാതകത്തിന് കാരണമെന്ന കൃത്യമായ വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, സെബാസ്റ്റ്യനും മരുമകൾ ഷാനുവുമായി ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് നാട്ടുകാരും ഒപ്പം തന്നെ ചില ബന്ധുക്കളും സ്ഥിരീകരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ കുറച്ച് വർഷങ്ങളായി ഇവർ ഈ പറവൂരിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ആ സമയത്തൊക്കെ ഇവർ തമ്മിലുള്ള വഴക്കുണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. അവരുമൊക്കെ ഇവർക്കിടയിൽ ഒരു തർക്കമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകം സെബാസ്റ്റ്യൻ നടത്തിയിരിക്കുന്നത്. പക്ഷെ എന്താണ് പെട്ടെന്ന് ഒരു പ്രകോപനത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ല. ഭർത്താവ് സിനോജും സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ വിവരം അറിഞ്ഞതിന് ശേഷമാണ് സിനോജ് വീട്ടിലേക്ക് എത്തിയത്. സിനോജ് പുറത്തു പോയ സമയത്തായിരുന്നു സെബാസ്റ്റ്യൻ ഷീനയുടെ കഴുത്തിൽ കത്തിവെച്ച് മുറിച്ചത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് അവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം രണ്ടുപേരുടെയും മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അയൽവാസികളും ഇവർ തമ്മിലുള്ള ഒരു തർക്കമുണ്ടായിരുന്നു എന്ന്
സ്ഥിരീകരിക്കുന്നുവെങ്കിലും എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണം, എന്താണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കാരണമെന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും വെട്ടേറ്റ ഉടൻ തന്നെ ഷാനു അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അവരാണ് ഷാനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഷാനു മരിച്ചിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് സെബാസ്റ്റ്യനും തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. ഇവർ തമ്മിൽ ഇതിനു മുൻപ് ഈ വീട്ടിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉള്ളതാണോ? സമീപവാസികളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രധാനമായും നമുക്കറിയാം ഈ മരുമക്കളെ അതല്ലെങ്കിൽ മരുമകളെയൊക്കെ ഈ സ്ത്രീധനത്തിന്റെ പേരിലും മറ്റു ചില പ്രശ്നങ്ങൾ, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളുടെ പേരിലുമൊക്കെ പല രീതിയിൽ നിരവധി യുവതികൾക്ക് ഭർത്തൃവീട്ടിൽ പീഡനം ഏൽക്കേണ്ടി വരുന്നൊരു കാലത്താണ് നമ്മൾ ഇത്തരം സംഭവങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയമോ അതല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാണോ ഈ ഒരു കുടുംബ വഴക്കിലേക്ക് നയിച്ചതും പിന്നീട് അത് കൊലപാതകത്തിൽ കലാശിക്കാനുള്ള കാരണമായതും? ഇവർ തമ്മിൽ, അതായത് സെബാസ്റ്റ്യനും മരുമകൾ ഷാനുവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും സിനോജിന്റെ മൊഴിയെടുത്തിരുന്നു. സിനോജിനോട് ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് ഏത് തരത്തിലുള്ള തർക്കമാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തർക്കമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം 12 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മുറിവേറ്റ ഷാനു അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോഴാണ് അയൽവാസികളും ഇക്കാര്യം അറിയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ്, പരിശോധനയിലാണ് ഈ അമ്മായിയച്ഛൻ, അതായത് സിനോജിന്റെ അച്ഛൻ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതിനു ശേഷം തൂങ്ങിയതായി കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും അത്തരത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇപ്പോഴും പോലീസ് സിനോജിന്റെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പോലീസിന് കൂടുതൽ സിനോജിനെ ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പോലീസും കടന്നിട്ടില്ല. എന്തായാലും പ്രാഥമികമായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇരുവരുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരും പറയുന്നുണ്ട്, സമീപവാസികളൊക്കെ ഇവർ തമ്മിലൊരു തർക്കം നിലനിന്നിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നോ എന്തിനാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതിനുള്ള കാരണമെന്നോ ഇപ്പോഴും വ്യക്തമായിട്ടുമില്ല. നവമി, ഇപ്പൊ ഈ സിനോജും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അതോ ഈ അമ്മായച്ചനും മരുമകളും തമ്മിലുള്ള പ്രശ്നം മാത്രമായിരുന്നോ അവരുടെ വീട്ടിലുണ്ടായിരുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതായത് ഈ കൊലപാതകത്തിലേക്ക് കലാശിക്കാനുള്ള കാരണം ഈ വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും തർക്കമായിരിക്കുമോ? ടോം, സിനോജ് ഈ സംഭവ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നില്ല. നാട്ടുകാരൊക്കെ പറയുന്നത്, അതായത് അയൽവാസികളൊക്കെ പറയുന്നത് ഷാനുവും അമ്മായിയച്ഛനും തമ്മിലുള്ള ഒരു പ്രശ്നം നിലനിന്നിരുന്നു എന്ന്. ഷാനു അയൽവാസികളോടായി ഇത്തരത്തിൽ അമ്മായിയച്ഛനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും എന്താണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിലേക്ക് കലാശിച്ചത്, സിനോജുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതെന്തായാലും പോലീസ് സിനോജിൽ നിന്ന് തന്നെയായിരിക്കും അതിനൊക്കെയുള്ള വിശദാംശങ്ങൾ തേടുക. സിനോജിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കോ അല്ലെങ്കിൽ മൊഴിയെടുപ്പിലേക്കോ ഒന്നും കടന്നിട്ടില്ല. കാരണം ഈ സംഭവ സമയത്ത് സിനോജ് വീട്ടിലുണ്ടായിരുന്നില്ല, ഒരാവശ്യത്തിനായി പുറത്തേക്ക് പോവുകയായിരുന്നു. എന്തായാലും സിനോജിനെയും കൂടുതൽ വിശദാംശങ്ങൾ സിനോജിൽ നിന്നും തേടേണ്ടതുണ്ട്. ഷാനു മുറിവേറ്റ ഉടനെ തന്നെ അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയപ്പോഴാണ് അവരും ഇക്കാര്യം അറിയുന്നത്. പിന്നീടാണ് സെബാസ്റ്റ്യനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഉടൻ ലഭ്യമാകും. ടോം, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എറണാകുളം വടക്കൻ പറവൂരിലാണ് മരുമകളെ ഭർതൃപിതാവ് കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്.